ഹലോ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മൂൺ ഗോഡസ് ഇൻസ്പയർഡ് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്ലീവ് എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഹൂപ്പിൽ വെച്ചേക്കുന്ന തുണിയിൽ. ഇനി നമുക്ക് ഇതിനകത്ത് പാറ്റേണും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പ്രത്യേകം പേപ്പറിലൊന്നും വരച്ചെടുത്തിട്ടില്ല, നമ്മൾ ക്ലോത്തിൽ തന്നെ ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു റൗണ്ടിൻ്റെ അവിടെ ഒരു ഫ്ലവർ പാറ്റേൺ പോലെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ, അതായത് നിങ്ങളുടെ സ്ലീവിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് അതിനനുസരിച്ച് വലിയ റൗണ്ടോ ചെറിയ റൗണ്ടോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേ രീതിയിൽ നമ്മൾ താഴേക്ക് ചെറുതായിട്ട് ഇതുപോലെ വളഞ്ഞു വരുന്ന രീതിയിൽ ഒരു സ്റ്റെം ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിതുപോലെ ആ ഒരു സ്ലീവിൻ്റെ അത്രയും ഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടൊരു ബീഡ്സ് വർക്കാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ഈ ഫ്ലവറിനകത്ത്, അതായത് നമ്മൾ ഈ റൗണ്ട് കൊടുത്തതിനകത്ത് 2-3 ലെയറുകൾ വരുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ആ ഒരു ഡിസൈനിൽ നമ്മൾ ഈ സെൻറ്ററിൽ വരുന്നിടത്തെല്ലാം സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുത്തേക്കണം. ഞാനിപ്പോൾ സ്റ്റോൺ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോൺ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അതിനുശേഷം അതിൻ്റെ പുറത്തൊരു ലെയർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ലീഫുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലീഫുകൾ വരയ്ക്കുമ്പം ചെറിയ ലീഫുകളും അതേപോലെ വലിയ ലീഫും ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ് പെൻസിൽ കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിങ്ങനെ പുറത്ത് തെളിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളൂ കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ വരച്ചതിന് ഇടയ്ക്കിടയ്ക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് വരുന്നിടത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ സെൻറ്ററിൽ സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒരു ഔട്ടർ ലെയറായിട്ട് ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്ത് തീർക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ടോപ്പ് വശത്തും അതേപോലെ മാർക്കിങ് വരുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു ഡിസൈനോട് വരുന്നുണ്ട്. ഒരു 4 ലീഫ് ചേർന്നിരിക്കുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് കൊടുത്തേക്കുന്ന പോലെ എല്ലാ പാറ്റേണും കംപ്ലീറ്റ് ആയിട്ട് അതേ രീതിക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോൺസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കണേ. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെൻറ്ററിൽ ഞാനിപ്പോൾ സ്റ്റോൺ അല്ല വെക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബീഡ് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ ബീഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണിന് പകരം കുറച്ചുകൂടെ വലിയൊരു റൗണ്ട് ബീഡ് വേണമെങ്കിൽ അങ്ങനെ ആയാലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ ഔട്ടർ ലെയറിലേക്ക് നമ്മൾ ഒരു റൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഷുഗർ ബീഡ് തന്നെ വെച്ച് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ഔട്ടർ ലെയറിൽ കട്ട് ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെയർ നമ്മളിതുപോലെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുള്ളൊരു പാറ്റേണില്ലേ, അത് തന്നെയാണ് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മളിതിൻ്റെ ഔട്ടറിലേക്ക് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു സൂര്യൻ്റെയൊക്കെ രശ്മികൾ വരികയില്ലേ, ആ ഒരു രീതിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഓരോ ലെയർ കൂടെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ബീഡ്സിൻ്റെ ആ ഒരു പുറത്തെ ലെയർ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ 2 ലെയറുകളായിട്ടാണ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഔട്ടർ ലെയറൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം കട്ട് ബീഡ്സും പിന്നെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഷുഗർ ബീഡ്സും ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ തിരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഒന്നിച്ച് 4-5 ഷുഗർ ബീഡ്സ് ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം തയ്ച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കട്ട് ബീഡ്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് ഫില്ല് ചെയ്തെടുത്തേക്കണേ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റെമ്മ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലറായി പോയിട്ടുണ്ട്. ഞാനത് നോക്കിയില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് അത് ഇനിയും കാണിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെമ്മ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. എല്ലാ സ്റ്റെമ്മുകളും നമ്മൾ ഇതേ രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെറിയൊരു വളവ് വരുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു വളവ് അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ കൊടുത്തേക്കുന്ന ലീഫ് ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു രീതി മുന്നേ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഔട്ടർ ലെയർ മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ലീഫുകൾ കൊടുത്തേക്കുന്ന മാത്രമേ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലൊരു ലീഫ് കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ത്രെഡ് കൊണ്ട് ചെയ്യുന്ന ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചില്ലേ, ആ ഒരു രീതിക്ക് നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ.
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറിയാണിത്. കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്കാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു കൂടുതലും എന്താണ് ബീഡ്സ് വർക്ക് ചെയ്യാൻ ത്രെഡ് വർക്ക് കൂടെ ചെയ്തുകൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ കാണുന്ന ബൊഡി ഡിസൈൻസ് എല്ലാം തന്നെ ബീഡ്സ് വർക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്കും കൂടുതൽ ബീഡ്സ് വർക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ത്രെഡ് വർക്കിനേക്കാളും കുറച്ചുകൂടെ സൗകര്യം ബീഡ്സ് വർക്കാണെന്ന് തോന്നുന്നു. ത്രെഡ് വർക്ക് ആകുമ്പോൾ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് മാത്രം ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു ചെറിയ ഡിസൈനില്ലേ, അപ്പോൾ അതുകൂടി ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെയും സെയിം നിങ്ങൾക്ക് സെൻറ്ററിൽ സ്റ്റോൺ വെച്ച് കൊടുക്കാം. സ്റ്റോൺ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു 4 ലീഫുകൾ കൊടുത്തിരുന്നില്ലേ, ആ ഒരു ഡിസൈൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്ററിൽ ഞാൻ ജസ്റ്റ് ഒരു ഷുഗർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ലെയറുകളായിട്ട് നമ്മൾ ചെയ്യുന്ന സെയിം ലീഫ് പാറ്റേൺ ആണ് ഇവിടെയും ചെയ്യണത്. നമ്മൾ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ 4 സൈഡുകളിലേക്കായിട്ട് 4 ലീഫുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് 4 ലീഫിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഷുഗർ ബീഡ് ഒരു 3 എണ്ണം വെച്ചുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ആണല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്നതാണ് ഭംഗി. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇതുപോലെ നമ്മൾ ഓൾ ഓവർ ആ ഒരു സ്ലീവ് ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേ രീതിയിലാണ് അവരുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്